ഉദ്യം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സംശയങ്ങളാണ് സംരംഭ സുഹൃത്തുക്കൾ ചോദിക്കുന്നത്. ഞാൻ ഉദ്യം രജിസ്ട്രേഷനെ കുറിച്ച് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഉദ്യം രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ ഒരു വീഡിയോ വളരെ ഷോർട്ടായിട്ട് ഞാൻ ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. 2020 ജൂലൈ 1 മുതലാണ് ഉദ്യം രജിസ്ട്രേഷൻ നിലവിൽ വന്നത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിക്കുന്നവർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എടുക്കേണ്ട ഒരു ലൈസൻസ് ആണ് ഉദ്യം രജിസ്ട്രേഷൻ. ഉദ്യം രജിസ്ട്രേഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് അല്ല. എന്ന് പറഞ്ഞാൽ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാത്തതിന്റെ പേരിൽ നിങ്ങളെ ആരെയും പണിഷ് ചെയ്യില്ല. പക്ഷെ നമുക്ക് വല്ല സബ്സിഡി ആനുകൂല്യങ്ങൾ വേണമെങ്കിലോ, വായ്പയ്ക്ക് പലിശ പോലുള്ള ഇളവുകൾ കിട്ടണമെങ്കിലോ, ടെൻഡറുകൾക്ക് EMD ഒഴിവാക്കണമെങ്കിലോ, സർക്കാർ ആനുകൂല്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ലഭിക്കണമെങ്കിലോ, ഒരു യുണീക്ക് നമ്പർ വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ് ഉദ്യം രജിസ്ട്രേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി പുതിയ രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാം? ആർക്ക് വേണമെങ്കിലും ഉദ്യത്തിന്റെ സൈറ്റിൽ കയറി ഉദ്യം രജിസ്ട്രേഷൻ എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് സൈറ്റ് കിട്ടും. അവിടെ കുറെ ബോഗസ് സൈറ്റുകൾ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഒത്തിരി പൈസ നമ്മളോട് ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് MSMEDAയുടെ സൈറ്റിൽ തന്നെ കയറാനും ഉദ്യം രജിസ്ട്രേഷൻ അതിൽ നിന്ന് മാത്രം ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പോർട്ടലിൽ കാണുന്ന ഒരു ഫോം പൂരിപ്പിച്ച് സൗജന്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ കിട്ടും. ഒരു സംരംഭകന് ഒന്നിൽ കൂടുതൽ ഉദ്യം രജിസ്ട്രേഷൻ കിട്ടില്ല. ഇപ്പൊ ഒരു സംരംഭകൻ 3 യൂണിറ്റ് നടത്തുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ 3 യൂണിറ്റിനും കൂടി ഒരൊറ്റ രജിസ്ട്രേഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ സംരംഭമുണ്ടെങ്കിലും ഒറ്റ രജിസ്ട്രേഷനെ അനുവദിക്കൂ. എല്ലാ സംരംഭങ്ങളുടെ വിവരങ്ങളും പ്രത്യേകം അതിൽ ചേർക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ചേർക്കണമെങ്കിൽ യൂണിറ്റുകളുടെ പേര് ആഡ് ചെയ്യാം, പ്ലാന്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം, പ്രോഡക്റ്റ് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ നിർമ്മാണവും സേവനവും മറ്റധിക പ്രവൃത്തികൾ ഉണ്ടെങ്കിലും ഒരേ രജിസ്ട്രേഷൻ തന്നെ ലഭിക്കുള്ളൂ. നിർമ്മാണമുണ്ട്, സേവനമുണ്ടെന്ന് വെക്കുക, അതിനൊക്കെ ഒറ്റ രജിസ്ട്രേഷനെ കിട്ടുള്ളൂ. ഇനി ഒരു വ്യക്തിക്ക് ഒരു ആധാർ നമ്പറിൽ ഒരൊറ്റ രജിസ്ട്രേഷനെ കിട്ടുള്ളൂ. ഇനിയിപ്പോ അയാൾ വേറൊരു പാർട്ണർഷിപ്പിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പാർട്ണർഷിപ്പിലെ രജിസ്ട്രേഷൻ എടുക്കാത്ത ആരുടെയെങ്കിലും ആധാർ നമ്പർ വെച്ച് മാത്രമേ ആ പർട്ടിക്കുലർ ഫേമിനുള്ള ഉദ്യം എടുക്കാൻ കഴിയൂ. ഇപ്പൊ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാം. പക്ഷെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉദ്യം രജിസ്ട്രേഷൻ തരുമ്പോൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത് വായ്പ പോലുള്ള ആനുകൂല്യങ്ങൾക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത് എന്നുള്ളത്. ഈ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുന്നത് പ്രധാനമായും മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രികളും അതുപോലെ തന്നെ സർവീസ് ഇൻഡസ്ട്രികളും നടത്തുന്ന സംരംഭകരാണ്. നിലവിൽ ഉദ്യോഗാധാർ, മുൻപ് ഉണ്ടായിരുന്ന ഉദ്യോഗാധാർ, MSME മെമ്മോറാണ്ടം, SSA രജിസ്ട്രേഷൻ, ഇതൊക്കെയാണ് ഉദ്യം രജിസ്ട്രേഷന് മുമ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ നിർബന്ധമായും ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഇനി ഉൽപാദനം തുടങ്ങാത്ത സംരംഭങ്ങൾക്കും തുടങ്ങിയ സംരംഭങ്ങൾക്കും ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാം. ഉൽപാദനം തുടങ്ങാത്ത സംരംഭങ്ങളാണ് എങ്കിൽ നമ്മൾ അവിടെ ഉൽപാദന തീയതി കാണിക്കേണ്ട, ബാക്കിയെല്ലാം ടൈപ്പ് ചെയ്ത് കാണിച്ചാൽ മതി. ഈ 2 രീതിയിലുള്ള രജിസ്ട്രേഷനും നമുക്ക് എടുക്കാം. ബാങ്ക് ചില സ്ഥാപനങ്ങൾക്ക് വായ്പ അനുവദിക്കുന്നതിന് ഉദ്യം രജിസ്ട്രേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രപ്പോസ്ഡ് ആയിട്ട് കാണിച്ചിട്ട് ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാം. ഇനി സ്ഥാപനം ഉദ്യം രജിസ്ട്രേഷൻ എടുത്തു, പ്രൊഡക്ഷൻ തുടങ്ങിയെന്ന് വെക്കുക, അപ്പോൾ ആ ഡേറ്റ് കാണിച്ച് നമുക്ക് ആ ഉദ്യം രജിസ്ട്രേഷൻ ഭേദഗതി വരുത്താം. അതുപോലെ ഒരിക്കലും ഒരു ഉദ്യം രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണോ വരുന്നത്, അതിന്റെ ലൊക്കേഷൻ മാറുന്നു, അതിന്റെ പ്രോഡക്റ്റുകൾ മാറുന്നു, അങ്ങനെ അതിലെ പ്രൊപ്പറേറ്റർ മാറുന്നു, അല്ലെങ്കിൽ അതുപോലെ എന്തൊക്കെ മാറ്റമുണ്ടോ അതൊക്കെ, പ്രൊപ്പറേറ്റർ മാറുമ്പോൾ ഉദ്യം മാറേണ്ടി വരും, അതുപോലെ എന്തൊക്കെ മാറുന്നുവോ അതനുസരിച്ച് ഈ മാറ്റങ്ങളൊക്കെ നമുക്ക് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഈ മാറ്റങ്ങളെല്ലാം അതിൽ ചേർത്തുകൊണ്ട് അപേക്ഷ റിവൈസ് ചെയ്ത് എടുക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ പലരും ചോദിക്കും, എനിക്ക് മറ്റ് പല പഞ്ചായത്ത് രജിസ്ട്രേഷനുണ്ട്, അതുകൊണ്ട് ഉദ്യം കിട്ടുമോ, അല്ലെങ്കിൽ GST ഉണ്ട് അതുകൊണ്ട് ഉദ്യം എടുക്കേണ്ട ആവശ്യമുണ്ടോ?
മറ്റ് ഏത് രജിസ്ട്രേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലും ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാം. ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെമ്പാടുമുള്ള രജിസ്ട്രേഷനുകളുടെ ഒരു യുണീക്ക് നമ്പർ. അത് വേറെ ആർക്കും ഇന്ത്യയിൽ ഉണ്ടാവില്ല. ആ നിങ്ങളുടെ വ്യവസായ സ്ഥാപനത്തിന് ഒരു യുണീക്ക് ആയിട്ടുള്ള നമ്പർ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഉദ്യം രജിസ്ട്രേഷൻ പുതുതായി എടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. അത് സൂക്ഷ്മ സംരംഭമാണ് എങ്കിൽ അതിന്റെ പ്ലാന്റിലും മെഷീനറികളിലും 1 കോടി രൂപയുടെ നിക്ഷേപം അധികരിക്കരുത്. അതുപോലെ തന്നെ വിറ്റുവരവ് 5 കോടിയിലും അധികരിക്കരുത്. ഇനി ചെറുകിട സംരംഭമാണെങ്കിലോ പ്ലാന്റിലും മെഷീനറിയിലുമുള്ള നിക്ഷേപം 10 കോടിയിൽ അധികരിക്കരുത്. അതുപോലെ വിറ്റുവരവ് 50 കോടിയിലും അധികരിക്കരുത്. ഇനി ഇടത്തരം സംരംഭം മീഡിയം എന്റർപ്രൈസ് ആണ് എങ്കിൽ പ്ലാന്റിലും മെഷീനറിയിലുമുള്ള നിക്ഷേപം 50 കോടിയിൽ അധികരിക്കരുത്. അതുപോലെ വിറ്റുവരവ് 250 കോടിയിലും അധികരിക്കരുത്. ഇങ്ങനെ ഈ 50 കോടിക്ക് മെഷീനറിയിൽ നിക്ഷേപത്തിൽ അധികരിച്ചു വരുന്ന സ്ഥാപനങ്ങളെ നമ്മൾ വൻകിട വ്യവസായങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു മാനദണ്ഡത്തിൽ, സംയുക്ത മാനദണ്ഡത്തിൽ ഇൻവെസ്റ്റ്മെന്റിലോ ടേൺ ഓവറിലോ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ താഴേക്ക് പോകില്ല. അതായത് ഇടത്തരം സംരംഭം ഒരിക്കലും ചെറുകിട സംരംഭമാകില്ല, അല്ലെങ്കിൽ ചെറുകിട സംരംഭം ഒരിക്കലും സൂക്ഷ്മ സംരംഭമാകില്ല. ചെറുകിട സംരംഭം ഇടത്തരം സംരംഭം എന്ന കാറ്റഗറിയിലേക്ക് ഉയർത്തപ്പെടുവാൻ മാത്രമേ കഴിയൂ എന്നുള്ളതാണ്. ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംശയങ്ങളോ കാര്യങ്ങളോ വരുന്നുവെങ്കിൽ നിങ്ങൾ ആരെയാണ് ബന്ധപ്പെടേണ്ടത്? നിങ്ങൾ അതത് പ്രദേശത്തെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളെ ബന്ധപ്പെടാം. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥ, താലൂക്ക് വ്യവസായ ഓഫീസ്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ഇവരെയൊക്കെ ആയിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ തൃശൂരിലുള്ള കാഞ്ഞാണി റോഡിലുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ MSMEDI എന്ന് പറയുന്ന സ്ഥാപനത്തെയും മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തെയും നിങ്ങൾക്ക് ബന്ധപ്പെടാം. എല്ലാത്തരം സംശയങ്ങളും നിങ്ങൾക്ക് പരിഹരിച്ചു തരും. ഉദ്യം രജിസ്ട്രേഷൻ ഒരു യുണീക്ക് രജിസ്ട്രേഷനാണ്. നിശ്ചയമായും അത് എടുക്കണം. ഓരോ സംരംഭകരും നിശ്ചയമായും എടുത്തു വെക്കേണ്ട ഒരു രജിസ്ട്രേഷൻ തന്നെയാണ് ഉദ്യം രജിസ്ട്രേഷൻ. നിശ്ചയമായും എടുക്കുക. എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.